ഹായ് ഫ്രണ്ട്സ്, നമ്മളൊരു മീൻ കറി വയ്ക്കാൻ പോവുകയാണ്. ഇഞ്ചി, വെളുത്തുള്ളി ഇത് ഞാൻ വാട്ടിയെടുത്തു. തക്കാളിക്ക് ഉള്ളി, മീൻ. കുടമ്പുളി നമ്മൾ ഇച്ചിരി വേവിച്ചെടുത്ത് പിന്നെ എണ്ണ ഒഴിച്ച് ഒരിത്തിരി എണ്ണ ഒഴിച്ച് ഇത്തിരി കൂടെ ഒഴിച്ചു ചട്ടി വെച്ച് വെളിച്ചെണ്ണയാണ്, വെളിച്ചെണ്ണയിലിടാം. കടുവിട്ടത് 2 ഉലുവയും കൂടെ ഇട്ട്, കറിവേപ്പില, നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം. ഇവിടെ പീര മീനെന്ന് പറയും. പീര. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തൊരു മീനെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെ ഇടണം, അപ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. ഉള്ളിയും തക്കാളിച്ചും കൂടെ അരച്ച് വയ്ക്കും. പച്ചമുളക് നമുക്ക് കുടംപുളി അല്ല ഇത് പോട്ടാണ്. വെള്ളം ഇത് മതി കേട്ടോ. തിളയ്ക്കുമ്പോൾ നമുക്ക് മീൻ പറക്കി ഇട്ട് കൊടുക്കുക. തിളക്കട്ടെ. മീൻ കറി തിളച്ച് ഇനി നമുക്ക് മീൻ പറക്കി ഇട്ട് കൊടുക്കുക. അതിൻ്റെ തലയെടുത്തിട്ട് ഇവിടെ തണ്ണന് തലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചിലവർ തിന്നില്ല. ഇവിടെ പീര മീനെന്നാണ് പറയുന്നത്. അവിടെ എന്തൊരു മീനെന്ന്, ഞങ്ങളവിടേക്ക് എന്തൊരു മീനെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല രുചിയുള്ള മീനാണ്.
ഇത് തിളക്കട്ടെ കേട്ടോ. തിളക്കുന്നേ, വറ്റട്ടെ. ഇത് വറ്റിയാലേ കൊള്ളാമല്ലോ. നല്ല അങ്ങനെ ഇന്ന് കൂട്ടാനല്ല രുചി, നാളെ കൂട്ടാനാണ് രുചി കേട്ടോ. അപ്പം ഞാൻ തേങ്ങ അരച്ചില്ല, തേങ്ങ അരയ്ക്കാതെയാണ് ഇത് വെച്ചത്. മല്ലി കുറച്ച്, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളിയും തോനെ ഇടണം. പിന്നെ തക്കാളിക്ക് ഉള്ളിയും വേണമെങ്കിൽ ഞാൻ ഇന്നിട്ട്, തക്കാളിക്ക് ഉള്ളിയും കൂടെ വേണമെങ്കിൽ ഇട്ടാൽ മതി. വറ്റട്ടെ. തക്കാളിക്ക് ഉള്ളി ഞാൻ ആദ്യമേ വാട്ടി കോരി മാറ്റി തണുത്തതിന് ശേഷം മിക്സിയിൽ അടിച്ചാണ് ചേർത്തത്. വറ്റി വന്നു, ഇത്തിരി കൂടെ ഒന്ന് വറ്റുമ്പോൾ നമുക്ക് ഇറക്കാം. ഇങ്ങനെയാണ് മീൻ കറിയാൻ പറ്റും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. മതി, നാളത്തേക്ക് കറി മതി. നെയ്യൊക്കെ തെളിഞ്ഞ് അപ്പോഴൊന്നും കൂടെ പറയാം. ആദ്യം ചെറിയ ഉള്ളി 5-6, പിന്നെ ഒരു തക്കാളിക്കയും കൂടെ മുറിച്ച് വാട്ടി ഞാൻ കോരി മാറ്റിയിട്ട് അതിൽ കടുക്, ഇച്ചിരി ഉലുവ, ഒരു വറ്റൽമുളക്, കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി ഇത്തിരി തോനെ എടുത്ത് നല്ലോണം വാട്ടി വരുമ്പോഴത്തേനും പൊടികളിട്ട് കൊടുക്കുക. പൊടിയിട്ട് ഇത്തിരി നല്ലൊരു മൂപ്പാകുമ്പോഴത്തേക്കും നമുക്ക് അരച്ച് വെച്ച ഉള്ളിയും തക്കാളിക്കയും കൂടെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് പൊടിപ്പടായ വെള്ളം ഒഴിച്ച്, പിന്നെ കുടംപുളി നമുക്ക് തിളപ്പിച്ച് കുടംപുളി എടുത്ത് തിളപ്പിച്ച് അതാണ് ഒഴിക്കുന്നത്. ആ വെള്ളത്തിൽ പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് തിളച്ചതിന് ശേഷം മീനും പറക്കിയിട്ട് വറ്റുമ്പോഴത്തേനും ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.